ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു സിംപ്ലി ഗോപികാസ് യൂട്യൂബ് ചാനൽ. അപ്പം സക്സസ്ഫുള്ളി ഞാൻ സെക്കൻഡ് ഡെയിലി വ്ലോഗും എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പം ഞാൻ 6 മണിക്ക് എഴുന്നേറ്റു. പക്ഷേ ഉറക്കത്തിൽ നിന്നൊക്കെ ഉറക്കപ്പിച്ചൊക്കെ മാറി എഴുന്നേറ്റ് വന്നപ്പോഴത്തേനും ഒരു 6-6:30 ആയിട്ടോ. ഇപ്പം കറക്റ്റ് 6:50 ആയിട്ടുണ്ട്. നടക്കാൻ പോവാണ്. ഇപ്പം ചേട്ടന് ഓഫീസിൽ പോകുന്ന സമയത്തൊക്കെ അല്ലെങ്കിലും രാവിലെ എഴുന്നേക്കും കേട്ടോ. എന്നാലേ മോർണിംഗ് വാക്ക് നടക്കത്തുള്ളൂ കേട്ടോ. ലേറ്റ് ആവുകയാണെങ്കിൽ അത് ക്യാൻസൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഓഫീസിൽ പോകുന്ന സമയത്തൊക്കെ നേരത്തെ എഴുന്നേൽക്കുന്നതും. പിന്നെ ഓഫീസിൽ പോകാണ്ടാത്ത സമയത്തൊക്കെ ഭയങ്കര മടിയായിരിക്കും കേട്ടോ രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി സമയം കളയണ്ട, ഞാൻ നടക്കാൻ പോട്ടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വാക്കിംഗ് ഒരു പ്രോപ്പർ വർക്കൗട്ടൊന്നും അല്ല കേട്ടോ. കാരണം ഒന്ന്, ഞാൻ സ്പീഡിലല്ല നടക്കുന്നത്. അവിടെ ഇവിടെയൊക്കെ വല്ല പൂക്കളും വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് അതിനെയൊക്കെ ആസ്വദിച്ച് ആണ് കേട്ടോ അങ്ങോട്ട് പോകുന്നത്. കാരണം ഞാൻ മോർണിംഗ് വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ മനസ്സമാധാനമാണ്. അതെന്തുകൊണ്ടായാലും ഈ നേച്ചറിൽ എനിക്ക് തരാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഒരു ബോഡി മൂവ്മെൻറ്റ് കൂടി ആവും. അങ്ങനെ നടന്നിട്ടൊക്കെ വന്നു. ഞാൻ ഇന്ന് അധിക ദൂരമൊന്നും പോയില്ല കേട്ടോ. 6000 സ്റ്റെപ്സ് മാത്രമേ ഞാൻ പോയുള്ളൂ. എനിവേസ് ഇപ്പം 8:08 ഞാൻ ഹസ്ബൻഡിന് വേണ്ടിയിട്ടുള്ള ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ പോവാണ് കേട്ടോ. ഞാൻ സ്ഥിരം വെക്കുന്ന ഒരു റാപ്പാണ് കേട്ടോ വെക്കാൻ പോകുന്നത്. സോ പാൻ ചൂടായിട്ടുണ്ട്. ആദ്യം ചിക്കൻ ഗ്രില്ല് ചെയ്യാം നമുക്ക്. കുറച്ച് ചിക്കനുണ്ട്, പക്ഷെ അത് പോരാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ കുറച്ചുകൂടെ ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊരു സിമ്പിൾ റാപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ചിക്കൻ വരും, വെജിറ്റബിൾസ് വരും. നമുക്ക് ഇഷ്ടമുള്ള എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും വെക്കാം കേട്ടോ. ഇതിനാ മറന്നുപോയി, ഇതെൻ്റെ പുതിയ ജാക്കറ്റാണ്. ഇതിലായി കഴിഞ്ഞാൽ പിന്നെ തീർന്നു. ചിക്കൻ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ രാവിലെ എഴുന്നേറ്റ് നമുക്കത് ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്ത് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് സോർട്ട് ചെയ്ത് എടുത്തിട്ട് റാപ്പ് ആക്കിയാൽ മാത്രം മതി കേട്ടോ. സിമ്പിളാണ്. എൻ്റെ ഹസ്ബൻഡിന് വെജിറ്റബിൾസ് തീരെ ഇഷ്ടമല്ല കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് വെജിറ്റബിൾസ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കാനായിട്ട്. വെജിറ്റബിൾസും ഇഷ്ടമല്ല, ഫ്രൂട്ട്സും ഇഷ്ടമല്ല. ആകെപ്പാടെ നോൺ വെജ് മാത്രം, ഒരു കംപ്ലീറ്റ് നോൺ വെജ് കഴിക്കുന്ന ഒരാളാണ്. അപ്പം ഈ റാപ്പ് ആവുമ്പം അതിനുള്ളിൽ വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് പുള്ളിക്കാരൻ്റെ അടുത്ത് കളയാൻ നിൽക്കത്തില്ലല്ലോ. അത് കാരണം കഴിച്ചോളും കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഒരല്പം എണ്ണയും കൂടെ ഒഴിച്ചിട്ട് മുട്ടയൊന്ന് ചിക്കി എടുക്കാമേ. ഞാനിതിൻ്റെ റെസിപ്പി ആക്ച്വലി ഷോർട്സ് ആയിട്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടുന്നവർക്ക് പോയി കാണാം കേട്ടോ. ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു കടിക്കാത്ത എന്ത് വേണമെങ്കിലും നമുക്ക് ഇടാം. അതാണ് റാപ്പിൻ്റെ ഉദ്ദേശം. ഒരല്പം എണ്ണ കൂടിപ്പോയി. ഞാൻ ഇത്ര എണ്ണ ഒഴിക്കത്തില്ല. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എണ്ണ ഒഴിച്ച കാര്യം മറന്നുപോയി കേട്ടോ. എത്ര എണ്ണ ഒഴിക്കുന്നതിൻ്റെ കാര്യം മറന്നുപോയി. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതൊരു കുക്കിംഗ് വ്ളോഗായിട്ട് മാത്രം മാറും കേട്ടോ. ഇതൊരു ഡെയിലി വ്ളോഗാണല്ലോ, കുക്കിംഗ് മാത്രം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. സോ റാപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വരാം. ഇനി ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തൊരു സോസ് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്, നമുക്ക് എന്ത് സോസ് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ കഴിഞ്ഞ കേട്ടോ ഒരു മിൻറ്റ് കൊറിയൻഡർ ചട്നി ആയിരുന്നു കേട്ടോ ഇട്ടിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം വളരെ സിമ്പിളായിട്ട് ഞാൻ കുറച്ച് യോഗേർട്ടും, പിന്നെ ഇതൊരു ഹോട്ട് ചില്ലി ഗാർലിക് ചട്നിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ യോഗേർട്ടിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഇത് നല്ല സ്പൈസിയാണ്. അപ്പോൾ യോഗേർട്ടിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പം അത് ബാലൻസ് ആയിട്ട് പൊക്കോളും കേട്ടോ. അപ്പം അതാണ് ഇപ്പം ഞങ്ങൾ സോസായിട്ട് ഉപയോഗിക്കുന്നത്. മിൻറ്റ് കൊറിയൻഡർ ചട്നി ആണെങ്കിലും ടേസ്റ്റിയാണ്. പക്ഷെ
ഇതാകുമ്പോൾ സിമ്പിളാണല്ലോ, മറ്റേത് ഉണ്ടാക്കാൻ നിൽക്കണ്ടേ. ഇനി ഇതെല്ലാം കൂടെ അതിനകത്തോട്ട് ഇടുക, പിന്നെ റാപ്പ് ചെയ്യാൻ ഞാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ല, എന്നാലും ഒരു ഊഹത്തിനൊക്കെ ഞാൻ റാപ്പ് ചെയ്ത് വെക്കും കേട്ടോ. ഇനി ഇതിങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ട് ഇത് തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അലൂമിനിയം ഫോയിൽ ഉപയോഗിക്കും കേട്ടോ. റെഡി, ലഞ്ച് ഈസ് റെഡി. സ്നാക്സ് ആയിട്ട് ഞാൻ കുറച്ച് കുക്കിയും ആൽമണ്ട്സും ആണ് കേട്ടോ കൊടുത്തിടുന്നത്. ഈ സ്നാക്സ് ഒന്നും സാധാരണ പതിവല്ല, പക്ഷെ ഇന്ന് എൻ്റെ പുള്ളിക്കാരന് വിശക്കും എന്ന് പറഞ്ഞപ്പം ഞാൻ കൊടുത്തുവിടുവാണേ. ഇനി ഞാൻ എൻ്റെ ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ പോവാണ് കേട്ടോ. സാധാരണ ഞാൻ കുളിച്ച് കഴിഞ്ഞ് ഒരു 12 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ കയറുന്നത്. അപ്പോഴത്തേനും ഞാൻ വിശന്ന് വലഞ്ഞൊരു പരുവാകും, ഭയങ്കര ക്ഷീണമാണ് കുളിച്ച് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഞാൻ ഇനി വിചാരിക്കുന്നത് കുളിക്കുന്നതിന് മുന്നേ ഇതൊക്കെ അങ്ങ് പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വേറെ കാര്യം നോക്കിയാൽ മതിയല്ലോ. ബൈ ടാറ്റാ. അപ്പം ഇതിനിടയിൽ ചേട്ടൻ ഓഫീസിലേക്ക് പോയി കേട്ടോ. ഇനി എൻ്റെ കുക്കിങ്ങിലേക്ക് കടക്കാം. ഞാൻ ഒരു ക്യാരറ്റ് തോരനും പൊട്ടറ്റോ ഫ്രൈയും മോരുകറിയും വെക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി എനിക്ക് ഭയങ്കര മടിയാകുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇന്നൊരു ദിവസം വെക്കുകയാണെങ്കിൽ എനിക്ക് നാളെ കുക്ക് ചെയ്യണ്ട, അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. എന്താ ചേട്ടാ എന്തുവാ? ചേട്ടൻ്റെ കയ്യിൽ താക്കോലുണ്ടായിട്ടും ആ ഡോറ് കിടന്ന് ഇങ്ങനെ പടപടാന്ന് പിടിച്ചപ്പം ഞാനൊന്ന് പേടിച്ചു പോയി കേട്ടോ. ഞാൻ വിചാരിച്ചു ഇതാരാണ്, അതാണ് എൻ്റെ ആദ്യത്തെ പേടി പിടിച്ച എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടത്. കണ്ടല്ലോ അല്ലേ, കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് വീണ്ടും വന്നത്. ലാപ്ടോപ്പും ചാർജറും ഒക്കെ എടുക്കാൻ മറന്നുപോയി. പിന്നെ എന്തിനാണ് ഓഫീസിൽ പോയത് എനിക്കറിയത്തില്ല. ഫുഡ് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കില്ല സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറയുന്ന ആ സിനിമയിൽ കാർത്തികയുടെ അനിയനായിട്ട് അഭിനയിക്കുന്നില്ലേ, ആ കുട്ടി ചോറ്റുപാത്രം മാത്രം കൊണ്ടുപോകുന്നൊരു സീനുണ്ടല്ലോ, എനിക്ക് അതാണ് ഓർമ്മ വന്നത്. പക്ഷേ പുള്ളിക്കാരൻ അങ്ങനല്ല കേട്ടോ, ഭയങ്കര വർക്കഹോളിക്കാണ്. അപ്പോൾ എനിവേസ് ഇനി സമയം കളയണ്ട, കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഞാൻ കുറേ നേരം കൊണ്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാന്ന് പറയുന്നുണ്ട്. ക്യാരറ്റിനുള്ള അരപ്പ് അങ്ങ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ക്യാരറ്റ് വേവുന്ന സമയം വെന്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്കിത് ഇടാമല്ലോ. ക്യാരറ്റൊക്കെ ഞാൻ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് അത് സിമ്പിളാണ്. അപ്പം ഗ്രേറ്റ് ചെയ്യാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. ക്യാരറ്റ് വേവുന്ന ടൈം കൊണ്ട് ഞാൻ പൊട്ടറ്റോ അങ്ങ് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി പൊട്ടറ്റോ ഫ്രൈയും മോരുകറിയും കൂടെ വെക്കണം. റാപ്പ് ഉണ്ടാക്കിയ പാത്രമാണിത്. എനിക്ക് പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ടായതുകൊണ്ട് ഞാനിത് കഴുകുവാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ 2 എണ്ണം കൂടെ ഒന്നിച്ചുണ്ടാക്കാൻ പോകുന്ന മോരുകറിയും പൊട്ടറ്റോ ഫ്രൈയും. എനിക്ക് തോന്നുന്നില്ല എന്നെ കൊണ്ടത് പറ്റുന്നത്. കാരണം എനിക്കറിയത്തില്ല എങ്ങനെയാണ് അമ്മമാരതൊക്കെ ചെയ്യുന്നതെന്ന്. 2 കൂടെ ഒന്നിച്ച് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത്? 2 അല്ല, അവർ 3-4 ഒക്കെ ഒന്നിച്ച് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നെ കൊണ്ടത് പറ്റത്തില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടത് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയാണ്. അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ഓരോന്ന് പഠിക്കുന്നത്. എനിക്ക് ആകെ കൂടെ കൺഫ്യൂഷനാവും കേട്ടോ. ഞാൻ മോരുകറിക്ക് വേണ്ടുന്ന സാധനം ചിലപ്പോൾ പൊട്ടറ്റോ ഫ്രൈയുടെ അടുത്തൊക്കെ എടുത്തിട്ട് കളഞ്ഞിരിക്കും. ഇതൊരു ഞാണിന്മേൽ കളിയാണ് ഞാൻ കളിക്കാൻ പോകുന്നത്. ഇത് ചൂടായിട്ടുണ്ട്.
നമുക്ക് കടുക് പൊട്ടിച്ചിടാം. ഞാൻ പൊട്ടറ്റോ ഫ്രൈയിലും ഉപ്പിട്ടോ ഇല്ലയോ എന്നുള്ളത് മറന്നുപോയി. വീഡിയോ ചെക്ക് ചെയ്താൽ മതി. ഏതായാലും മോര് കറി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ പൊട്ടറ്റോ ഫ്രൈയും കൂടെ പൊട്ടറ്റോ ഒന്ന് വെന്ത് വന്നാൽ മതി. ബാക്കിയൊക്കെ ഓൾ സെറ്റ്. സമ്മതിക്കണം, ഇതൊക്കെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യുന്നവരെ സമ്മതിക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അരി കഴുകി അങ്ങ് അടുപ്പിലോട്ട് വെച്ചിട്ടോ. എൻ്റെ ചോറിൻ്റെ കറികളെല്ലാം സെറ്റായി. ഞാൻ അരി വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കി വരുമ്പോഴത്തേനും മൊത്തത്തിൽ എനിക്കൊരു 2 മണിക്കൂർ ഈ അടുക്കളയിൽ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അത് ഇറ്റ്സ് ഓക്കെ അല്ലേ, കുഴപ്പമില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഒരു ഡിസ്ട്രാക്ഷനായിട്ട് ഇവിടെ കിടക്കുകയാണ്. ഇനി ഇതെല്ലാം എനിക്ക് ക്ലീൻ ചെയ്യണം. അതാണ് അടുത്ത ടാസ്ക്. സിങ്കൊക്കെ ഫുള്ള് നിറഞ്ഞെടുക്കുകയാണ്. ഇനി ഇതൊക്കെ വാഷ് ചെയ്യണം. ഇത് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അങ്ങ് ക്ലീൻ ചെയ്ത് വന്നിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. നോക്കിയാലോ. അങ്ങനെ കിച്ചൺ ഒരുവിധം ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുവിധമേ ക്ലീൻ ചെയ്തുള്ളൂ. ഒരു പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അധികം വൃത്തികേട് തോന്നരുത്, ആ രീതിയിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ വേസ്റ്റ് കൊണ്ടുപോയി കളയാൻ പോവാണേ. കേട്ടോ വേസ്റ്റ് കളയാറ്. ജനറൽ വേസ്റ്റും റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന വേസ്റ്റും കളയാൻ പറ്റും. ഇത് റീസൈക്ലിങ് ചെയ്യാനും ഇത് ജനറൽ വേസ്റ്റും. എൻ്റെ ഇപ്പോൾ ജനറൽ വേസ്റ്റാണ് കേട്ടോ കയ്യിലുള്ളത്. സമയം 10:14 ഞാൻ വേസ്റ്റ് കൊണ്ടുപോയി കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ഓർത്തത് ഞാൻ ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ബ്രേക്ക്ഫാസ്റ്റ് മിക്ക സമയത്തും ലേറ്റ് ആവാറാണ് പതിവ്. പ്രാവശ്യവും ലേറ്റായി. ഞാൻ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഏർപ്പാടാക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇന്നലത്തെ പൊറോട്ടയും കുറച്ച് ചിക്കൻ കറിയും ബാക്കിയുണ്ടായിരുന്നു. അപ്പം അതാക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഞാൻ നോൺ വെജ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അങ്ങനെ കഴിക്കാറുള്ളതല്ല. ഇങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ മാത്രം ഞാൻ കഴിക്കും കേട്ടോ. പിന്നെ ഗ്രേപ്പ് ജ്യൂസ്. അപ്പം ശരി, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അങ്ങനെ കുളിച്ച് റെഡിയായിട്ട് വന്നപ്പോഴത്തേനും ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് അരിച്ച് വെക്കണം. അരിച്ച് വെക്കണം എന്നല്ലേ പറയുന്നത്? ഊറ്റി വെക്കണം എന്നല്ലേ? എന്തോ മനസ്സിലായല്ലോ. അത് ചെയ്ത് വെക്കണം. തീരുമ്പോൾ പണി തരാൻ ഞാൻ എന്താ കുപ്പിയിൽ നിന്ന് ഭൂതമാണോ ഇത്? ഇതുവരെ അടുക്കളയിൽ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ഐ തിങ്ക് ഐ ഹാവ് ടു ഫൈൻഡ് സം അതർ സൊല്യൂഷൻ ഫോർ ദിസ്. പെട്ടെന്ന് ഇങ്ങനെ അടുക്കളയിൽ നിന്ന് ഇറങ്ങാം എന്നുള്ളത് ഞാൻ പലതും ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. ഒന്നും അങ്ങോട്ട് ആവുന്നില്ല. പിന്നെ നമ്മളൊക്കെ ജീവിക്കുന്നത് കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ.
അപ്പോൾ പിന്നെ കുറച്ച് സമയം കളയുന്നതിൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇനിയാണ് മക്കളെ ഞാൻ എൻ്റെ പ്രൊഡക്റ്റീവ് കാര്യങ്ങളിലേക്ക് ഞാൻ കയറാൻ പോകുന്നത്. ഇതുവരെ ഒരു യുദ്ധമായിരുന്നു, യുദ്ധം. ഇനി ജോബ് അപ്ലൈ ചെയ്യണം, കോഴ്സസ് പഠിക്കണം, വീഡിയോ എഡിറ്റിങ്, അങ്ങനത്തെ കാര്യങ്ങളിൽ മുഴുകും കേട്ടോ. ഞാനിവിടെ തന്നെ ഇരിക്കുമെന്നുള്ളത് അറിയത്തില്ല, കാരണം ഇപ്പോൾ തന്നെ എനിക്ക് ചെറുതായിട്ട് നടുവേദന എടുക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. ഞാൻ ബെഡിൽ പോവുമായിരിക്കും, പക്ഷേ ഇന്നലത്തെ പോലെ കിടന്ന് ഉറങ്ങത്തില്ല. അത്ര ക്ഷീണമില്ല കേട്ടോ ഇന്നലത്തെ പോലെ. ഇന്നലെ ആയിരുന്നല്ലോ ഉറങ്ങിപ്പോയത്. ഇപ്പം 11:32 കേട്ടോ. ഇപ്പോഴാണ് എനിക്കിതിലേക്ക് കടക്കാൻ പറ്റുന്നത്. പിന്നെ നാളെ എനിക്ക് ഈ കുക്കിങ്ങിൽ ടൈം കളയേണ്ടി വരത്തില്ല, കാരണം ഞാൻ നാളത്തേക്ക് കൂടെ വേണ്ടിയിട്ടാണ് കുക്ക് ചെയ്ത് വെച്ചത്. അപ്പം ആ സമയം കൂടെ എനിക്ക് കിട്ടും. അപ്പോൾ ഞാൻ വേറെ പരിപാടിയിലേക്ക് കയറും കേട്ടോ. സമയം 2:52 കേട്ടോ. ഞാൻ ലഞ്ച് ഇതുവരെ കഴിച്ചില്ല. അപ്പോൾ ഇനി ലഞ്ച് കഴിക്കാൻ പോവാണ്. കുറച്ച് നേരം ഇരുന്ന് എഡിറ്റിങ്ങും ഒക്കെ ചെയ്തു, വീഡിയോ കുറച്ച് നേരം കണ്ടു, അങ്ങനെയൊക്കെ പോയി. എന്തായാലും ഇനി ലഞ്ച് കഴിക്കട്ടെ. അപ്പം ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ലഞ്ച്. ചിക്കൻ റാപ്പിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു, അതുണ്ടായിരുന്നു. പിന്നെ ക്യാരറ്റ് തോരൻ, പൊട്ടറ്റോ ഫ്രൈ, മോരുകറി, ഞാൻ ഉണ്ടാക്കിയ നാരങ്ങ. അപ്പം ഞാനിതെല്ലാം കൂടി ഒന്ന് കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് ഒരല്പം മോശമായെങ്കിലും എന്താ, ലഞ്ച് സൂപ്പറായില്ലേ? എനിക്ക് ലഞ്ചാണ് കേട്ടോ ഇമ്പോർട്ടൻറ്റും ബ്രേക്ക്ഫാസ്റ്റിനേക്കാളും. കാര്യം ബ്രേക്ക്ഫാസ്റ്റാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാലും എനിക്ക് ലഞ്ചാണ് ഇമ്പോർട്ടൻറ്റ്. ലഞ്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയൊക്കെയോ മിസ്സായി കേട്ടോ. അതുകൊണ്ട് ഇത് വെച്ച് ഞാൻ അവസാനിപ്പിക്കുവാണ്. സീ ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്.